നിങ്ങൾ ഗൾഫ് കുടിയേറ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് 1970-കളിൽ കേരളത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റമായിരുന്നു ഈ ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആളുകൾ ഗൾഫിലേക്ക് ജോലിക്ക് പോവുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേക ഒരു പരിഗണനയൊക്കെ നൽകുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഉയർത്തുന്നതിനൊരു കാരണമായി തീർന്നതായിരുന്നു ഈ ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത്. 1980-കളിലും 90-കളിലും ഒക്കെ ഇറങ്ങിയ സിനിമകളിലും ഇത്തരം ഗൾഫ് കുടിയേറ്റങ്ങളുടെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. പല കഥാപാത്രങ്ങളും ഇത് ഗൾഫിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പുറം രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ബഹുമാനം, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ ഉന്നമനം ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ അവർക്ക് പ്രത്യേകത പരിഗണന കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ സിനിമയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഇങ്ങനെ 1985 ഒരു ഗൾഫ് കുടിയേറ്റത്തെ, അല്ലെങ്കിൽ ഒരു ഗൾഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു കോമഡി മൂവിയായിരുന്നു അക്കരെ നിന്നൊരു മാരൻ. മണിയമ്പിള്ള രാജു, മേനക, നെടുമുടി വേണു, ശ്രീനിവാസൻ, ജഗദീഷ്, മുകേഷ് ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ജഗദീഷ് ആണ് ഈ ഒരു സിനിമയുടെ കഥ നിർവഹിച്ചിരിക്കുന്നത്. തിരക്കഥ നിർവഹിച്ചത് ശ്രീനിവാസൻ ആണ്. ഈ ഒരു സിനിമയ്ക്ക് ഒരു സൗഹൃദത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയുടെ മറ്റൊരു തലം കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അത് പറയാൻ കാരണം ഈ സിനിമ മോഹൻലാൽ ചെയ്യാൻ വെച്ചിരുന്നതാണ് എന്നൊരു വാർത്തയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാഞ്ഞത് കൊണ്ട് മണിയമ്പിള്ള രാജു എന്ന ആ കലാകാരനെ വെച്ചാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. തങ്കപ്പൻ നായർ എന്നൊരു സാമൂഹിക പ്രമാണി. പക്ഷെ മറ്റൊരാളും അയാളെ ബഹുമാനിക്കുന്നൊന്നുമില്ല. സ്വയം ആരെങ്കിലുമൊക്കെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, മറ്റൊരാളിൽ നിന്ന് കുറച്ച് പരിഗണനയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പണക്കാരൻ. അങ്ങനെയുള്ള ഒരു തങ്കപ്പൻ നായർ. അയാളുടെ മരുമകനായിട്ടുള്ള അച്യുതൻ. ഈ അച്യുതനാണെങ്കിൽ കൊടും ദാരിദ്ര്യത്തിലാണ്. അയാളുടെ അമ്മ, അതായത് തങ്കപ്പൻ നായരുടെ പെങ്ങളായിട്ടുള്ള ആ വ്യക്തി മുമ്പ് ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. അതുകൊണ്ട് അവർക്ക് ഭാഗം വെച്ചിരുന്ന സ്വത്തൊന്നും കിട്ടിയില്ല. പക്ഷേ തങ്കപ്പൻ നായർ അവർക്ക് അർഹതപ്പെട്ട 5 ഏക്കർ തെങ്ങും പുരയിടം തട്ടി എടുത്തു എന്നുള്ള ഒരു കിംവദന്തിയൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോവുകയാണ്. അച്യുതനാണെങ്കിൽ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് പക്ഷേ ജോലിയൊന്നും ഇല്ല. പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുന്നു. അച്യുതൻ്റെ മുറപ്പെണ്ണായ തങ്കപ്പൻ നായരുടെ മകളായ മേനക സുരേഷ് കുമാർ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, നന്ദിനി. അപ്പോൾ ഈ നന്ദിനിയെ ഭയങ്കര ഇഷ്ടമാണ് അച്യുതന്. അപ്പോൾ നന്ദിനിക്ക് വരുന്ന കല്യാണാലോചനകളൊക്കെ മുടക്കുകയാണ്. ഈ തങ്കപ്പൻ നായർക്ക് മകൾ നന്ദിനിയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിൽ നന്ദിനിയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഡോക്ടറെ എഞ്ചിനീയറെ ഒന്നും വേണ്ട, ഗൾഫുകാരെ തന്നെ കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് തങ്കപ്പൻ നായർ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടം തൊട്ടേ ഒരു ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ഒരു കാര്യം നമ്മളിവിടെ ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഇങ്ങനെ മണിയമ്പിള്ള രാജു, അതായത് നമ്മുടെ അച്യുതൻ, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലിയൊന്നും ശരിയാകാതൊക്കെ വളരെ വിഷമിച്ചൊക്കെയാണ് വരുന്നത്. അങ്ങനെ തങ്കപ്പൻ നായർ ഒരു ബസ് വാങ്ങാൻ തീരുമാനിക്കുന്നു. തൻ്റെ നാട്ടിൽ തനിക്ക് ഒരിച്ചിരി കൂടെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്, തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇയാളുടെ ഒരു പേരൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അയാളൊരു ബസ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഈ ബസ് വാങ്ങിക്കുന്നൊരു സെക്കൻഡ് ഹാൻഡ് ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഉടമയുടെ മകൻ ഒരു ഗൾഫിൽ സ്വന്തമായിട്ട് ബിസിനസ്സുള്ള, കുവൈറ്റിൽ ഫ്ലാറ്റുള്ള, സ്വന്തമായിട്ട് ബെൻസ് കാറൊക്കെ ഉള്ള ഒരു പുത്തൻ പണക്കാരനാണ്. അപ്പോൾ ചെറിയൊരു ആഗ്രഹം, തൻ്റെ മകളെ കൊണ്ട് ഈ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഇതേ സമയം തന്നെ അച്യുതന് ഗൾഫിൽ പോകാൻ ചെറിയൊരു ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത് ഒരു 8,000 രൂപയാണ്. അപ്പോൾ ഈ 8,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അച്യുതൻ അമ്മയും കുട്ടി അമ്മാവൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ 8,000 രൂപ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് കടുത്ത അപമാനമാണ് അയാൾക്ക് ഉണ്ടാകുന്നത്. ഈ അപമാനം സഹിക്കാൻ പറ്റാതെ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അച്യുതനും അമ്മയും പോവുകയാണ്. ഇങ്ങനെ ആ ഒരു അപമാനത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിനൊക്കെ ശേഷം വിശ്വവും അതുപോലെ പവിത്രനും അച്യുതനും കൂടെ ചേർന്ന് ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് ആലിക്കോയ എന്ന് പറയുന്ന പവിത്രൻ്റെ സുഹൃത്തായ രാഘവൻ്റെ സുഹൃത്തായിട്ടുള്ള ആലിക്കോയ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോഡ്ജിൽ പോയിട്ട് അച്യുതൻ ഒളിച്ച് താമസിക്കുകയാണ്, താൻ ഗൾഫിൽ പോയി എന്ന വ്യാജേന. അങ്ങനെ ഈ ഗൾഫിലാണ് അച്യുതൻ എന്നറിയുമ്പോഴത്തേക്കും തങ്കപ്പൻ നായർക്ക് ഭയങ്കര ഒരു ചെറിയൊരു മനംമാറ്റം. മരുമകനെ കൊണ്ട് തന്നെ നന്ദിനിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അങ്ങനെ അയാൾക്കുണ്ടാകുന്നു. ഇങ്ങനെ
കുറേ കാലം അച്യുതൻ ഒളിവിൽ താമസിക്കുകയാണ്. ഈ ഒളിവിൽ താമസിക്കുന്ന കാലയളവിൽ അവിടെ ഒരു ഭാഗവതരുണ്ട്. ആ ഭാഗവതരുടെ കയ്യിൽ നിന്നാണ് ഗൾഫിൽ പോകാൻ താൻ പൈസ വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗവതർ നമ്മുടെ തങ്കപ്പൻ നായരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അച്യുതന് വേണ്ടിയിട്ട് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഈ ഭാഗവതരുടെ കയ്യിൽ കൊടുക്കുന്നു. ഭാഗവതർ തിരിച്ച് ആലിക്കോയുടെ ലോഡ്ജിൽ വന്ന് പൈസയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കൂട്ടുകാരെല്ലാം കൂടെ കുറേ പെട്ടിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഈ പെട്ടിക്കകത്ത് കല്ല്, കച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഗൾഫിൽ നിന്ന് വരുന്ന അച്യുതനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ കൂട്ടുകാരെല്ലാവരും കൂടെ. അങ്ങനെ അച്യുതൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഗൾഫുകാരനായിട്ടുള്ള അച്യുതനായിട്ടാണ് തിരിച്ചു വരുന്നത്. താൻ ഗൾഫ് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഭയങ്കര ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ അച്യുതൻ തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ചും കൂടെ ബഹുമാനം തങ്കപ്പൻ നായർക്കുണ്ടാകുന്നു. തൻ്റെ മരുമകനെ ഏറ്റവും എത്രമാത്രം സ്നേഹിക്കാവോ അത്രയും തങ്കപ്പൻ നായർ സ്നേഹിക്കുകയാണ്. അത്രയും കാലം പുച്ഛിച്ചിരുന്ന അച്യുതനോടൊരു ബഹുമാനവും ഒക്കെ ഈ ഒരു തങ്കപ്പൻ നായർക്ക് തോന്നുകയാണ്. ഇങ്ങനെ അച്യുതനെ കൊണ്ട് തന്നെ നന്ദിനിയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് തങ്കപ്പൻ നായർ തയ്യാറാകുന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്യുതനെ കാണാൻ വേണ്ടി തങ്കപ്പൻ നായരുടെ കാര്യസ്ഥൻ വരുമ്പോൾ ഇവർ കൂട്ടുകാരെല്ലാം കൂടെ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ ഇയാൾ കാണുന്നു. അവരുടെ കള്ളത്തരമെല്ലാം അവിടെ വെച്ചേ പൊളിയുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ തീയതിയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ദിവസം എത്തുമ്പോഴത്തേക്കും നന്ദിനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് തൻ്റെ ബസ് ഉടമയുടെ മകനെ കൊണ്ട് തന്നെയാണ്. മുമ്പ് പറഞ്ഞ ആ ഗൾഫുകാരനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ അയാൾ തയ്യാറാകുന്നു. ഈ കല്യാണ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപമാനമാണ് അച്യുതനുണ്ടാകുന്നത്. പക്ഷേ വിട്ടുകൊടുക്കുന്നില്ല. നന്ദിനിയും അച്യുതനും തമ്മിലുള്ള ആ ഒരു കടുത്ത പ്രേമം അവിടെ വീണ്ടും പ്രകടമാകുകയാണ്. നന്ദിനി അച്യുതൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക ഈ ബസ്സിലാണ് ഇവർ മകളെ പിടിക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ ഭയങ്കര കോമഡി സീനാണ്. അവസാനം ഇവർ ഒന്നിക്കുന്നു. അവിടെ വെച്ച് കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗൾഫിൻ്റെ പശ്ചാത്തലം, അപ്പോൾ ഗൾഫുകാരനെ കൊണ്ടേ കെട്ടിക്കൊള്ളൂ എന്ന് പറയുന്നതിന് പകരം സ്വന്തം നാട്ടിലുള്ള തൻ്റെ മരുമനെ കൊണ്ട് തന്നെ കെട്ടിച്ചു നല്ലവനായ അച്യുതൻ എന്നുള്ളൊരു ടൈറ്റിൽ അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ രചന നിർവഹിച്ചത് അധ്യാപകനും സിനിമാ നടനുമായിട്ടുള്ള ജഗദീഷ് ചേട്ടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനാരീതി ഭയങ്കര കോമഡി രീതിയിലുള്ള ആ ഒരു രചനാരീതിയുടെ പ്രത്യേകത ഈ സിനിമയ്ക്കകത്ത് ഒരുപാടുണ്ട്. അപ്പം ചെറിയൊരു പ്ലോട്ടാണ്, പക്ഷേ വലിയൊരു കഥ പറയുന്നുണ്ട്. അപ്പം ഈ അമ്മാവൻ മരുമകൻ ബന്ധം, അതുപോലെ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ കാര്യം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും അതൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത് ശ്രീനിവാസൻ സാറാണ്. അപ്പം ഇതിനകത്ത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. അദ്ദേഹം ഇതിനകത്ത് പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അച്യുതൻ ഗൾഫിലാണെന്ന് ഇവിടെ വന്ന് ഒന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വരുന്ന അറബിയായിട്ടൊക്കെ ഇതിൽ അവതരിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇതിനകത്ത് അച്യുത് മാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും വിശ്വസിക്കും ഇയാൾ അറബിയാണ് എന്നൊക്കെ. അതിനുശേഷം ഒരു കോട്ടയംകാരനായിട്ടുള്ളൊരു മുതലാളിയായിട്ടൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഭയങ്കര കോമഡി റോളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന മുന്ന, അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഭയങ്കര ലൈറ്റായിട്ട് പക്ഷേ എല്ലാവരും എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന രീതിയിലുള്ളൊരു കഥാപാത്രവും അദ്ദേഹം ഇതിനകത്ത് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ മുകേഷ് ഏട്ടനും ജഗദീഷ് ഏട്ടനും ഒക്കെ ചെയ്തിരിക്കുന്ന പവിത്രൻ, വിശ്വം എന്നൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ കോമഡിയുടെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അവർക്കൊന്നും വലിയ തൊഴിലൊന്നുമില്ല. അപ്പം ഈ പവിത്രനെ കാണിക്കുന്നത് തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോയി ചായ കുടിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ തൊഴിൽ ഇല്ലായ്മയുടെയൊക്കെ ഒരു കാര്യം ഭയങ്കര കോമഡി ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതുപോലെ രാഘവൻ എന്ന കണ്ടക്ടർ പക്ക കള്ളനാണ്, പക്ഷേ എന്താണ് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന, സ്നേഹിതന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകുന്ന രാഘവൻ. അങ്ങനെയുള്ള കോമഡി കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഒട്ടേറെ ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് സംഗീതത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇതിൽ ഒരു കോമഡി സിനിമ ആയതുകൊണ്ട് തന്നെ കോമിക്കായിട്ടുള്ള മ്യൂസിക്കാണ് ഇതിനകത്ത് പകുതിയും വന്നിട്ടുള്ളത്. അപ്പോൾ പല കഥാപാത്രങ്ങളെയും കാണിക്കുമ്പോഴത്തേക്കും ആ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അത്തരത്തിലുള്ള ഒരു കോമഡി രീതിയിലുള്ള ഒരു സംഗീതം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഗാനരചന നിർവഹിച്ചത് പ്രിയദർശനായിരുന്നു. ഈ സിനിമയിൽ അച്യുതൻ അമ്മാവൻ്റെ പറമ്പിൽ കയറി മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോകുന്ന, അതായത് ഈ തേങ്ങ ഇങ്ങനെ കാലിൽ വലിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത്
ഭയങ്കര കോമഡി ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കള്ളത്തരത്തിൻ്റെ മ്യൂസിക്, അതായത് അവർ കാണിക്കുന്നത് കള്ളത്തരമാണ് എന്നുള്ളത് കോമിക് രീതിയിൽ കാണിക്കുമ്പോൾ അതിന് സ്പെഷ്യലായിട്ടുള്ളൊരു മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ബീജിയത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് കണ്ണൂർ രാജൻ ആയിരുന്നു. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് എസ് കുമാർ ആയിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ബോർഡൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ നാട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഗ്രാമീണ പ്രദേശം, അതുപോലെ ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങൾ, പാവയ്ക്കയും പടവലങ്ങയും ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഒരു ബസ് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ നാട്ടിൽ ടാറിട്ട റോഡല്ല, അപ്പോൾ ഈ പൊടി പറക്കുന്നതും ആ ബസ്സിൻ്റെ ഒരു പോക്ക്, ടാർ ചെയ്യാത്ത റോഡിലൂടെ എങ്ങനെ പോകുന്നത് നമുക്കറിയാമല്ലോ. അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഒരു നാട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു 85 ആ ഒരു കാലഘട്ടം നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഛായാഗ്രഹണം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചത് ഗോപാലകൃഷ്ണനായിരുന്നു. നമുക്കറിയാം കോമഡി സിനിമകളുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം സംവിധായകൻ സംവിധാനം ചെയ്തതിനപ്പുറം ആർട്ടിസ്റ്റുകൾ ആ ഒരു അഭിനയിച്ചിരിക്കുന്ന രീതി നമ്മുടെ കണ്ണിലേക്ക് എത്തണമെങ്കിൽ ആ എഡിറ്റർ തന്നെ വിചാരിക്കണം. കാരണം ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോമഡി നമുക്ക് മനസ്സിലാകണമെങ്കിൽ എഡിറ്ററുടെ സാന്നിധ്യം ഭയങ്കരമാണ്. അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് രീതി വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സിനിമ കോമഡി മൂവി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും അത്ര ലാഗടുപ്പിക്കാത്ത രീതിയിൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു കോമഡി നമുക്ക് അതേപടി അങ്ങ് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം അശോകും മേക്കപ്പ് ചെയ്തിരിക്കുന്നത് PV ശങ്കറും ആണ്. ഈ സിനിമയ്ക്കകത്ത് ഒട്ടേറെ പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു വസ്ത്രാലങ്കാരം എന്ന് പറയുന്നത്. കാരണം അച്യുതൻ തൻ്റെ നാട്ടിലായിരിക്കുമ്പോൾ സാധാരണ വേഷങ്ങൾ, മുണ്ട്, അതുപോലെ ഷർട്ട്, ഇതൊക്കെയാണ് അയാളുടെ വേഷം. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ. അതുപോലെ തന്നെയാണ് തങ്കപ്പൻ നായരുടെ വേഷത്തിൻ്റെ രീതി. അവരുടെ ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അവിടെ നമുക്ക് മനസ്സിലാവും. അച്യുതൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ള ഒരു വസ്ത്രരീതിയുണ്ട്, അത് ഭയങ്കര മോഡേണാണ്. കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് അന്നേരം തൊട്ട് ഇടാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു കാലഘട്ടം കൂടെ ഒന്ന് ഓർക്കുക. 1985-86 കാലഘട്ടത്തിലെ വസ്ത്രാലങ്കാര രീതി എന്ന് പറയുന്നത് പാൻറ്റും ഷർട്ടും ഇടുന്നവരൊക്കെ ഭയങ്കര മോഡേണാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ മേക്കപ്പിനകത്ത് ആ ഒരു മേക്കപ്പിൻ്റെ കാര്യം കൂടെ ആണെങ്കിൽ പോലും നാടൻ രീതി അതുപോലെ മോഡേൺ രീതി, ഈ രണ്ട് രീതികൾ ഈ സിനിമയിൽ ഭയങ്കര പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു. ഗൾഫ് എന്നത് ഒരു സാമൂഹിക വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു കോമഡി മൂവിയായിരുന്നു അക്കരെ നിന്നൊരു മാരൻ എന്ന് പറയുന്നത്. ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അക്കരെ ദൂരെ എവിടെ നിന്നുള്ളൊരു ചെറുക്കൻ, അങ്ങനെയുള്ളൊരു ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയായിരുന്നു. മാത്രമല്ല ഈ സിനിമയുടെ രചന കൊണ്ടും സംവിധാനം കൊണ്ടും തിരക്കഥ കൊണ്ടും ഒക്കെ ഒരുപാട് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അത് ശ്രീനിവാസൻ സാറും അതുപോലെ പ്രിയദർശൻ, ജഗദീഷ്, ഇവരുടെയൊക്കെ ഒരു കൂട്ടുകെട്ടിൻ്റെ ആണ് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അത്തരം രീതിയിലുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ് അക്കരെ നിന്നൊരു മാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൾഫിൻ്റെ ആ ഒരു കുടിയേറ്റത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടേറെ സിനിമകളുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമഡി മൂവി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒട്ടേറെ പ്രേക്ഷകരും ഇന്നും ഉണ്ട്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.